മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ മനസ്സിലാകുന്ന ധാരാളം സംഭവങ്ങൾ കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ സ്വർഗം കണ്ടല്ലോ. അപ്പോൾ ആ സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ സ്വർഗത്തിലെ എല്ലാ ഇലകളിലും എൻ്റെ പേര് അല്ലാഹു തആല എഴുതി വെച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോൾ മുത്തുനബിയെ അല്ലാഹു തആല വാനോളം ഉയർത്തുകയാണ്. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, റഹ്മത്തുൽ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്തായിട്ടാണ് അല്ലാഹു തആല അയച്ചത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുത്തുനബിയുടെ പേര് സ്വർഗത്തിൽ വരെ ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിച്ചപ്പോൾ തന്നെ ആകാശത്ത് മുത്തുനബി അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ മുത്തുനബിയുടെ പേര് കണ്ടപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഇത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായതുകൊണ്ടാവില്ലേ ഇങ്ങനെ പേര് വെച്ചിട്ടുണ്ടാവുക അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ. അപ്പോൾ അത്രത്തോളം മഹത്വം മുത്തുനബിക്കുണ്ട്. അത്രത്തോളം മഹത്വമുള്ള ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ അത്രത്തോളം മഹത്വമുള്ളത് കൊണ്ടല്ലേ നമ്മളെല്ലാ ആളുകളും അന്ത്യപ്രവാചകനായി മുത്തുനബിയെ അല്ലാഹു തആല അയച്ചതും ലോകർക്ക് മുഴുവനും അനുഗ്രഹമായി എല്ലാ സൃഷ്ടിജലാജലങ്ങൾക്കും അനുഗ്രഹമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തേക്ക് അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. അപ്പോൾ ആ മുത്തുനബിയോട് കൂടെ നമുക്കും സ്വർഗത്തിൽ പ്രവേശിക്കണം. അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.